ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കലാസമിതിയുടെ സന്ദേശം ഐശ്വര്യ കലാസമിതി കേരളം പരമാവധി ആട്ടക്കാവലി ശ്രദ്ധിക്കുക. ആട്ടക്കാവലി ഈ വേദിയുടെ മുന്നിലേക്ക് ശ്രദ്ധിക്കുന്നു. ആനന്ദവല്ലിയുടെ ആട്ടക്കാവലി കാവലിയുടെ ആട്ടക്കാവലി ഈ വേദിയുടെ മുന്നിലേക്ക് കടന്നുപോലെ ശ്രദ്ധിക്കുന്നു. ആട്ടക്കാവലി ഈ വേദിയുടെ മുന്നിലേക്ക് കടന്നുപോലെ അഭ്യർത്ഥിക്കുകയാണ്. ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ തരത്തിലുള്ളതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഘോഷയാത്രയുടെ വായിക്കുന്നതനുസരിച്ച് ഈ ഘോഷയാത്ര മുന്നിലേക്ക് കടത്തിവിടുവാൻ കലാരൂപങ്ങൾ മുന്നിലേക്ക് കടത്തിവിടുവാൻ ലളിതമായി അഭ്യർത്ഥിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. ചടങ്ങ് ചലച്ചിത്രകാരൻ പത്മശ്രീ ജയറാമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വർണ്ണശബളിതമായ അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. വലിയ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്, അല്ലേ? ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ പതാക ഉയർത്തിയത്. ചടങ്ങ് ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു. വർണ്ണാഭമായ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് തൃപ്പൂണിത്തുറയുടെ രാജവീഥികളെ ഇപ്പോൾ. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മനോഹരമായ കാഴ്ചകൾ, വർണ്ണാഭമായ കാഴ്ചകൾ, വിവിധ കലാരൂപങ്ങൾ ഒക്കെയുമായി കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അണിനിരന്നിരിക്കുന്ന കാഴ്ചകളല്ലേ? സാനു, തുടരാം. കേരള ചേട്ടാ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജിജീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം മനോഹരമായ കാഴ്ചകളാണ്. വർണ്ണാഭമായ രീതിയിൽ തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുന്നത്. മറ്റ് വിവരങ്ങൾ കൂടി.
കെ പി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തൃപ്പൂണിത്തുറ രാജനഗരിയെ വർണ്ണ ശബളമാക്കി തന്നെയാണ് ഈ അത്തം ഘോഷയാത്ര കടന്നു പോകുന്നത്. ഇപ്പോൾ സ്റ്റാച്യു ജംഗ്ഷനിലൂടെയാണ് ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നത്. നിലവിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, വിവിധ കലാരൂപങ്ങൾ, ഒപ്പം തന്നെ ഇതിന്റെ പിന്നാലെ അണിനിരന്നിരിക്കുന്ന ടാബ്ലോകളുണ്ട്. ഇത്തവണ കൂടുതൽ ടാബ്ലോകൾ, നിശ്ചല ദൃശ്യങ്ങൾ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരയ്ക്കും. വലിയ ഒരു സമ്മാന തുകയും എല്ലാം ആയി കൂടുതൽ ആളുകളെ ഈ ഒരു ഇതിന്റെ ഭാഗമായി സംഘാടകർ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളമാകെ ഓണം വന്നെത്തുന്നതിന്റെ ഒരു വിളംബര ജാഥ കൂടിയായി മാറുകയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. നല്ല കാലാവസ്ഥ, സാധാരണ നിലയിൽ ചിലപ്പോഴെല്ലാം ഘോഷയാത്രയെ അല്പമെങ്കിലും മങ്ങിപ്പിക്കാറുള്ളത് എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് എങ്കിൽ ഇവിടെ അതും അനുകൂലമായിരിക്കുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ പ്രസന്നവതരായി നീങ്ങുന്ന ഒരു ആളുകളെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. വലിയ തിരക്ക്, അതായത് തൃപ്പൂണിത്തുറ അത്തം നഗറായ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നിന്നാണ് ഈ ഒരു അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അവിടെ മുതൽ ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരം, സ്റ്റാച്യു ജംഗ്ഷൻ, തുടർന്ന് കിഴക്കേക്കോട്ടയിലേക്ക് നീങ്ങും. കിഴക്കേക്കോട്ടയിൽ നിന്ന് എസ് ജംഗ്ഷൻ, വടക്കേക്കോട്ട വഴി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്റെ മുൻവശത്തോടെ വീണ്ടും സ്റ്റാച്യു ജംഗ്ഷനിലെത്തും. ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിലേക്ക് തന്നെയാണ് തിരികെ എത്തുക. അങ്ങനെ ഈ ഒരു നഗരം ചുറ്റി, തൃപ്പൂണിത്തുറ നഗരം ചുറ്റിത്തിരിക്കുന്ന രീതിയിലാണ് വർഷങ്ങളായി നടക്കുന്ന അത്തച്ചമയം രാജഭരണത്തിന്റെ കാലത്ത് മുതൽ ആരംഭിച്ച മഹാരാജാവ് തന്റെ പ്രജകളെ കാണാൻ സൈന്യ സ്നേഹിതനായി കടന്നുപോയിരുന്ന അതേ ഓർമ്മകൾ വീണ്ടും നൽകിക്കൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം നടക്കുന്നത്. നേരത്തെ ഹിൽ പാലസിൽ നിന്നാണ് തൃപ്പൂണിത്തുറ കൊച്ചി രാജവംശത്തിന്റെ കേന്ദ്രമായ ഹിൽ പാലസിൽ നിന്നാണ് ആരംഭം കുറിച്ചത് എങ്കിൽ ജനകീയ അത്തച്ചമയമായി മാറിയതിനു ശേഷം പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്തിൽ നിന്നാണ് അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുന്നത്. തുടക്കം മുതൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടിരുന്നു ആ കാഴ്ചകൾ. 7 മണി മുതൽ തന്നെ പുലിരൂപങ്ങൾ എല്ലാം തന്നെ അണിഞ്ഞൊരുങ്ങി തുടങ്ങി. അതിനും ഏറെ മണിക്കൂറുകൾക്ക് മുമ്പേ ഒരുങ്ങി തുടങ്ങിയിരുന്നു. എങ്ങനെയാണോ തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നത് അതിന് സമാനമായ രീതിയിൽ തൃപ്പൂണിത്തുറയുടെ വീതികളിലും പുലികൾ ഇറങ്ങി, മറ്റ് കലാരൂപങ്ങൾ ഇറങ്ങി. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാരൂപങ്ങൾ എല്ലാം തന്നെ ഈ ഒരു കാഴ്ചയാണ്. മനോഹരമായ ആ കാഴ്ച തന്നെയാണ് ഇതിന് ചുറ്റും നിൽക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു ആവേശം പകരുന്നത്. കാരണം എത്രയോ മുന്നേ തന്നെ കാത്തിരിക്കുകയാണ് ഈ ആളുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി ഏറ്റവും നല്ല രീതിയിൽ അത്തച്ചമയ ഘോഷയാത്ര കണ്ട് മടങ്ങുക എന്നത് തന്നെയായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന്. അത് കാലാവസ്ഥയടക്കം അതിന് അനുകൂലമായ രീതിയിൽ തന്നെ നീക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ആൾക്കൂട്ടം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും തന്നെ ഇത് കടന്നു പോകുന്ന അത്തച്ചമയ ഘോഷയാത്ര കടന്നു പോകുന്ന എല്ലാ വീതികളിലും തന്നെ ഉണ്ട്. രാവിലെ 9 അരയോടുകൂടി അത്തം പതാക വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അത്തം പതാക ഉയർത്തി. അതിനുശേഷം പിന്നീട് മന്ത്രി എം പി രാജേഷ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നടൻ ജയറാം ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതോടുകൂടി നഗരമാകെ വർണ്ണ ശബളമായ രീതിയിലുള്ള അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, പല്ലക്ക്, പുലികളി, പ്രച്ഛന്ന വേഷം, ഒപ്പം തന്നെ കളരിപ്പയറ്റ്, പഞ്ചവാദ്യം, ചെണ്ടമേളം, ബാൻഡ്, കാവടി, തെയ്യം, തിറ, മാരി തെയ്യം, അലാമി കളി, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാ കാഴ്ചകളുടെ മനോഹരമായ ഒരു വിസ്മയം തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബൊമ്മകളുണ്ട്, കെട്ടുകാളയുണ്ട്, ഡോൾ ഡാൻസ് ഉണ്ട്, ദേവനൃത്തമുണ്ട്, അർജുന നൃത്തമുണ്ട്, റോയൽ റണ്ണേഴ്സിന്റെ ഹാഫ് മാരത്തൺ. ആ ഹാഫ് മാരത്തൺ ആണ് ഏറ്റവും ആദ്യം മുന്നിൽ പോയത്. ഹാഫ് മാരത്തോണിന് പിന്നിലാണ് മറ്റ് ആളുകളെല്ലാം തന്നെ അണിനിരന്ന് നീങ്ങുകയും ചെയ്തത്. ഏറ്റവും ഒടുവിലാണ് കാഴ്ചയുടെ ഏറ്റവും ഭംഗി പകരുന്ന ടാബ്ലോ കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിലാണ്. എന്തെല്ലാം ദൃശ്യങ്ങളാണ്, സമകാലിക വിഷയങ്ങളടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന ടാബ്ലോകൾ തന്നെയാണ് എല്ലാ തവണയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സമകാലിക വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളാണ്. ആ നിശ്ചല ദൃശ്യങ്ങൾ കൂടി കടന്നു പോകുന്നതോടുകൂടി ഈ ഘോഷയാത്രയ്ക്ക് ആ ഒരു ഘോഷയാത്രയുടെ ഏറ്റവും അവസാന വരിയിലേക്ക് എത്തിച്ചേരും. 3000-ലധികം കലാകാരന്മാർ ഘോഷയാത്രയിൽ അണിനിരയ്ക്കും. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ നേരത്തെ ആവേശപൂർവ്വം ഈ ഘോഷയാത്രയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം.
ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തവണ ഒരു ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്രകൾ നടക്കുന്നത്. ഹരിത അത്തച്ചമയം, ഹരിത ആഘോഷങ്ങൾ, ഹരിത ഓണം എന്ന വലിയ മുദ്രാവാക്യം മുന്നിൽ നിർത്തി തന്നെയാണ് ഇത്തവണ അത്താഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്, അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത്. വിവിധ കലാപരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിലായി പൂക്കള മത്സരമുണ്ട്, കലാമത്സരങ്ങളുണ്ട്, സംഗീത മത്സരങ്ങളുണ്ട്, നൃത്ത മത്സരങ്ങളുണ്ട്, നൃത്ത പ്രദർശനങ്ങളുണ്ട് എന്ന് വേണ്ട തൃപ്പൂണിത്തുറയെ ആഘോഷ രാവുകളിലാക്കി മാറ്റാൻ കഴിയുന്ന എല്ലാവിധ ആഘോഷങ്ങളും ഈ ഒരു ഇതിന്റെ ഭാഗമായി, അത്താഘോഷത്തിന്റെ ഭാഗമായി ഉണ്ട്. പിന്നീട് ഈ ഒരു ഇപ്പോഴും കലാരൂപങ്ങൾ, കുട്ടികളുടെ കലാരൂപങ്ങൾ, വിദ്യാർത്ഥികൾ അണിനിരത്തുന്ന വിവിധ രൂപങ്ങൾ ഒന്നും തന്നെ കടന്നുപോയി കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് കാഴ്ചയുടെ വലിയൊരു വിരുന്ന് ബാക്കി നിൽക്കുന്നത്. അതിനി പിന്നാലെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു തൃപ്പൂണിത്തുറ, ആഘോഷങ്ങളുടെ മാസ്മരികത തീർക്കുന്ന തൃപ്പൂണിത്തുറയുടെ വീതി, അത്തച്ചമയത്തിന്റെ നാടായ രാജനഗരിയായ തൃപ്പൂണിത്തുറ രാജ്യവീഥികളെ വർണ്ണാഭമാക്കി അത്തച്ചമയ ഘോഷയാത്ര. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.